എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, രണ്ട് കമ്പനികൾ ഒന്നിക്കുമ്പോൾ 1+1 എങ്ങനെയാണ് 2ൽ കൂടുതലാകുന്നതെന്ന്? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് M&A സിനർജിയെക്കുറിച്ചാണ്. വിജയകരമായൊരു ലയനത്തിനു പിന്നിലെ ആ ഒരു മാന്ത്രിക ഘടകം. നമുക്കതൊന്ന് പൊളിച്ചടുക്കി നോക്കാം. പക്ഷെ തുടങ്ങുന്നതിനു മുൻപ് ഇതാ ഒരു വലിയ ചോദ്യം. കോടിക്കണക്കിന് രൂപയുടെ ഡീലുകൾ നടക്കുന്നു, പക്ഷേ അവയിൽ പലതും പ്രതീക്ഷിച്ച റിസൾട്ട് തരുന്നില്ല. എന്തുകൊണ്ടാണത്? അപ്പോൾ ആ പരാജയങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, യഥാർത്ഥ വിജയം എങ്ങനെ കൈവരിക്കാം എന്നതിലേക്കാണ് നമ്മളിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശരി, അപ്പോൾ എന്താണ് ഈ സിനർജി? ലളിതമായി പറഞ്ഞാൽ ഇതാണ് ആ വിജയത്തിന്റെ രഹസ്യചേരുവ. രണ്ട് കമ്പനികളുടെയും ശക്തിയും കഴിവും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അധിക മൂല്യം, അതാണ് സിനർജി. ഇതെങ്ങനെ കൃത്യമായി കണ്ടെത്താം, എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. നമ്മുടെ ഇന്നത്തെ ചർച്ച ഈ 5 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിജയകരമായ ലയനത്തിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണ്. ഓരോ ഘട്ടവും അടുത്തതിലേക്ക് എങ്ങനെ കൃത്യമായി നയിക്കുന്നുവെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ പടി, എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് സ്വയം ചോദിക്കുക. ഏതൊരു വിജയകരമായ സംരംഭവും തുടങ്ങുന്നത് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യബോധത്തോടെയാണ്. ഇവിടെയും അത് അങ്ങനെ തന്നെ. ഈ ലയനം കൊണ്ട് നമ്മൾ പ്രധാനമായും എന്താണ് നേടാൻ ശ്രമിക്കുന്നത്? നമ്മുടെ പ്രധാന ലക്ഷ്യം ചെലവ് കുറയ്ക്കുക എന്നതാണോ? അതോ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ടാക്കാനാണോ? അല്ലെങ്കിൽ ഒരുപക്ഷേ രണ്ട് കമ്പനികളുടെയും കഴിവുകൾ ഉപയോഗിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനാണോ? ഈ കാര്യത്തിൽ ഒരു വ്യക്തത തുടക്കത്തിലേ വേണം. ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യലാണ്. എപ്പോഴേക്കും ഇത് നടപ്പിലാക്കും? ആദ്യത്തെ 6 മാസം കൊണ്ട് പെട്ടെന്ന് നേടിയെടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ടാവും. 1 വർഷം കൊണ്ട് പ്രധാനപ്പെട്ട ഏകീകരണങ്ങൾ പൂർത്തിയാക്കണം. പിന്നെ ഒരു 3 വർഷം കൊണ്ട് ദീർഘകാലത്തേക്ക് പ്രയോജനം ചെയ്യുന്ന മൂല്യം ഉറപ്പാക്കണം. ഇങ്ങനെയൊരു പ്ലാൻ നമുക്ക് വേണം. ഓക്കേ, നമ്മുടെ ലക്ഷ്യവും സമയപരിധിയും റെഡിയായി. ഇനി എവിടെയെല്ലാമാണ് ഈ മൂല്യം ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്താം, അല്ലേ? ഇതിനെ നമുക്ക് പ്രധാനമായും 3ആയിട്ട് തിരിക്കാം. അതെ, ഇവയാണ് ആ 3 പ്രധാന വിഭാഗങ്ങൾ: കോസ്റ്റ്, റവന്യൂ, പിന്നെ ഇന്നൊവേഷൻ. ഒരു ലയനത്തിൽ ടീമുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ 3 കാര്യങ്ങളിലാണ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് കോസ്റ്റ് സിനർജി. ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം കാര്യക്ഷമത കൂട്ടി ചെലവ് കുറയ്ക്കുക എന്നതാണ്. വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. 2 കമ്പനികളും ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂടുതൽ വിലപേശി ലാഭം നേടാൻ പറ്റും. അതുപോലെ HR, അക്കൗണ്ടിംഗ് പോലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നാക്കി മാറ്റുന്നതിലൂടെയും ചെലവ് ഗണ്യമായി കുറയ്ക്കാം. ഇനി രണ്ടാമത്തേത് റവന്യൂ സിനർജികൾ. ഇവിടെ നമ്മുടെ ഫോക്കസ് മുഴുവൻ വരുമാനം കൂട്ടുന്നതിലാണ്, അതായത് ബിസിനസ് വളർത്തുക. ക്രോസ് സെല്ലിംഗ് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ഒരു കമ്പനിയുടെ കസ്റ്റമേഴ്സിന് മറ്റേ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതുവഴി പുതിയ ബിസിനസ് അവസരങ്ങൾ തുറന്നുകിട്ടും. പിന്നെ ഒരുപക്ഷെ ഏറ്റവും ആവേശകരമായ ഒന്ന്, ഇന്നവേഷൻ സിനർജികൾ. ഇത് ശരിക്കും ഭാവിയെക്കുറിച്ചാണ്. 2 കമ്പനികളിലെയും മികച്ച ഗവേഷകരും എഞ്ചിനീയർമാരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാമല്ലേ? പുതിയതും കിടിലനുമായ ഉൽപ്പന്നങ്ങൾ അതുവഴി ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെയൊക്കെയാണ് മൂല്യം കണ്ടെത്താൻ കഴിയുക എന്ന് മനസ്സിലായി. പക്ഷേ വെറുതെ വലിയ ആശയങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവയെ കൃത്യമായി അളക്കാൻ കഴിയുന്ന ടാർജറ്റുകളാക്കി മാറ്റണം. അതാണ് നമ്മുടെ അടുത്ത നിർണായകമായ സ്റ്റെപ്പ്. ഇതൊന്ന് നോക്കൂ. വിപണി വിഹിതം കൂട്ടണം എന്ന് പറയുന്നത് ഒരു പൊതുവായ കാര്യമാണ്. അതിനു പകരം നമ്മൾ ലക്ഷ്യമിടുന്ന ഈ മേഖലയില് കൃത്യം 15% വിപണി വിഹിതം നേടണം എന്ന് പറയുമ്പോഴോ? അതിനൊരു വ്യക്തതയുണ്ട്. നമുക്കത് അളക്കാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് വ്യത്യാസം. കണ്ടില്ലേ? ഇതുപോലെ ഒരു ചാർട്ടിൽ കാണിക്കുമ്പോൾ ആ ലക്ഷ്യം കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതായി തോന്നും. നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എവിടെ എത്തണം എന്നത് വളരെ വ്യക്തമാണ്. ഇത് ടീമിന് കൂടുതൽ പ്രചോദനം നൽകും. ശരി, അപ്പം നമ്മുടെ കയ്യിലിപ്പോൾ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ടെങ്ങനെ എത്തും? അതിനാണ് ഒരു ഇന്റഗ്രേഷൻ റോഡ് മാപ്പ് വേണ്ടത്. ഇതാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം മാസ്റ്റർ പ്ലാൻ. സാധാരണയായി ഈ റോഡ് മാപ്പിന് 4 ഘട്ടങ്ങൾ ഉണ്ടാകും. ആദ്യം നമ്മൾ അവസരങ്ങൾ കണ്ടെത്തുന്നു, പിന്നീട് ചിലവ് കുറയ്ക്കാനുള്ള നടപടികൾ നടപ്പിലാക്കുന്നു, അതിനുശേഷം ഇന്നവേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അവസാനം ഇതെല്ലാം വികസിപ്പിച്ച് പൂർണ്ണമായ നേട്ടം കൊയ്യുന്നു. ഇതൊരു ചിട്ടയായ പ്രവർത്തന പദ്ധതിയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഒരു കിടിലൻ പ്ലാൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നടക്കുന്നുണ്ടോയെന്ന് കൃത്യമായി നിരീക്ഷിക്കണം, അല്ലേ?
അവിടേക്കാണ് നമ്മുടെ അവസാന ഭാഗം വരുന്നത്, അളന്നു തിട്ടപ്പെടുത്തൽ. ഇത് നോക്കൂ, ഇതൊരു KPI ഡാഷ്ബോർഡിന്റെ ഉദാഹരണമാണ്. KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അതായത് നമ്മുടെ പ്രകടനം അളക്കാനുള്ള പ്രധാന സൂചകങ്ങൾ. നമ്മൾ വിചാരിച്ചത്ര ചെലവ് കുറഞ്ഞോ, വരുമാനം കൂടിയോ, എത്ര പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങി, ഇതെല്ലാം ഈ ഡാഷ്ബോർഡിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. ഈ ട്രാക്കിംഗ് കാര്യക്ഷമമാവണമെങ്കിൽ നല്ലൊരു മേൽനോട്ട സംവിധാനം അത്യാവശ്യമാണ്. പുരോഗതി വിലയിരുത്താൻ ഒരു കമ്മിറ്റി വേണം, കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കണം, പിന്നെ ഇതെല്ലാം ട്രാക്ക് ചെയ്യാൻ നല്ല ടൂളുകളും ഉപയോഗിക്കണം. ഇതെല്ലാം ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ സഹായിക്കും. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാം. നമ്മുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളതാണോ, അളക്കാൻ കഴിയുന്നതാണോ, നമ്മുടെ വലിയ ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്നതാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്കുള്ള ശരിയായ പാതയിലാണ്. നിങ്ങളുടെ അടുത്ത ലയനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ രൂപരേഖ മനസ്സിൽ വയ്ക്കുക.